അപ്പോൾ ഇന്ന് വീണ്ടും ഒരു വെള്ളിയാഴ്ച. നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യലായിട്ടുള്ള സ്ഥലത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ ചക്കപരത്തി സോഹാർ വരെ എത്തിയ പോലെ തന്നെ ഇന്ന് ഞാറൊക്കെ വരുത്തിയിട്ടുള്ളൊരു പോക്കാണ്. ഇത് ഫാമോ കാര്യങ്ങളൊന്നുമല്ല, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അവിടെ ഒരു ലൊക്കേഷൻ വന്നിട്ട് അവിടത്തേക്ക് നമ്മൾ പോവാൻ വേണ്ടി നിൽക്കുന്നതാണ്. പണ്ടെല്ലാം ആകുമ്പോൾ നമ്മളെ സ്കൂളിൻ്റെ ബാക്കിൽ പാലയാട് സ്കൂളിലാണ് ഞാനും ഇവനും പഠിച്ചത്. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്. അപ്പോൾ ആ സമയത്ത് നമ്മളെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഒരുപാട് ഞാവൽ മരം ഉണ്ടാവാറുണ്ട്. ഞാവൽ മരം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ നിന്ന് ഇവനാണ് എനിക്ക് എല്ലാം പറിച്ചു തരാറുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ആ ഓർമ്മകളൊന്ന് അയവർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഞാവൽ മരം ഞാവൽ പഴം പറിക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. ആ ഓർമ്മ ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുവാണ്. സഞ്ജു മാഷ് അന്നേരം എൻ്റെ അടുക്ക ചോദിച്ച്, ഇവനെന്തിനാ നിനക്ക് ഞാവൽ പഴം പറിച്ചു തരുന്നത്, നിനക്ക് പറിച്ചാ പോരെ? അപ്പൊ എൻ്റെ അടുക്ക ചോദിച്ചു, നിനക്ക് അവനെ ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞേ അങ്ങനെ ജസ്റ്റ് ഫ്രണ്ടാണ്, ഇവരെനിക്ക് ഞാറൊക്കെ പറിച്ചു തരുന്ന കൂട്ടുകാരനാണെന്ന് പറഞ്ഞു. ആ കൂട്ടുകാരൻ ഇപ്പൊ ഇതാ ഈ കുട്ടീൻ്റെ അച്ഛനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പ്രേമിച്ച് നടക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് ലൈഫ് സെറ്റാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ആളപ്പുറം നമ്മളായിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും എന്താ പറയുക സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്. അല്ലാണ്ട് ഒരുപാട് പൈസയുള്ള കല്യാണം കഴിച്ചതിനെ കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് സ്വത്തുള്ള ആൾക്കാരെ കല്യാണം കഴിച്ചത് കൊണ്ടോ ഒന്നും ലൈഫ് സക്സസ്ഫുൾ ആവണമെന്നില്ല. നമ്മളെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും എന്താ പറയുക ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഭയങ്കര, എനിക്കറിയില്ല എന്താ പറയേണ്ടത്, അത്രയും അനുഗ്രഹം എന്ന് വേണം പറയാൻ. നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുക, അയാളെ കൂടെ കുറച്ച് കാലം നടക്കുക, എന്നിട്ട് നമ്മൾ അയാളെ കല്യാണം കഴിക്കുക, പിന്നെ ഫാമിലിയായി കുട്ടികളായി അങ്ങനെ ജീവിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സന്തോഷം അടിയും പിടിയും എല്ലാ ബന്ധത്തിലും ഉണ്ടാവും. നമ്മൾ അല്ലേ അടി കയ്യലും എന്താ പറയുക കുറ്റപ്പെടുത്തലുകളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറ്റപ്പെടുത്തലുകളും എല്ലാവിടെയും ഉണ്ടാവും. പക്ഷേ നമ്മളതൊക്കെ ഓവർകം ചെയ്ത് വീണ്ടും വീണ്ടും സ്നേഹിച്ച് ജീവിക്കുക എന്നുള്ളത് ഒരു ഭയങ്കരമായിട്ടുള്ള പവിത്രമായിട്ടുള്ള ഒരു സംഭവമാണ്. നാട്ടിലെ ചക്കയും മാങ്ങയും ഒക്കെ കാണുന്ന പോലെ തന്നെ ഇവിടെ കാണുന്നതാണിത്. നമ്മൾ ഈത്തപ്പഴാണിത്. ഈത്തപ്പഴം മരം. ഇത്രയും ചെറിയ മരത്തിൻ്റെ അകത്ത് തന്നെ ഇത്രയും ഒരുപാട് ഈത്തപ്പഴം ഉണ്ടായിട്ടില്ലേ. ഞാൻ വേറൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെ നമുക്ക് തിന്നാൻ പറ്റുന്ന പാകത്തിലാണുള്ളത്. ജസ്റ്റ് ഒന്ന് പറിക്കട്ടെ. അയ്യോ കിട്ടുന്നില്ല. അടുത്തത് പറിച്ചു നോക്കാം. കിട്ടി. ഞാൻ അവിടുന്ന് ഒരു ഈത്തപ്പഴം പറിച്ചിട്ടുണ്ട്. നല്ല കുലുക്കിക്കൊക്കെ എനിക്കെന്തെങ്കിലും ഓർമ്മയുണ്ടാ? പണ്ട് എനിക്ക് ഇതേപോലെ നീ പറിച്ചു തരുത്തുണ്ട്, ഓർമ്മയുണ്ടോ? പണ്ട് ക്ലാസ്സിൽ പഠിക്കുന്നേരം യമ്മിയാ കിട്ടിയാ ചേട്ടാ. ഞാൻ കൊമ്പ് പിടിച്ചില്ല, നീ പറിച്ചോ. ഇതാണ് നമുക്ക് കിട്ടിയ എനിക്ക് ഇത് കാണുന്ന നേരം എനിക്ക് എപ്പോഴും സഞ്ജു മാഷിന് ഓർമ്മ വരിക. ഓർമ്മയുണ്ട് പണ്ട് നമ്മൾ PT പോയിട്ട് സമയത്ത് ക്ലാസ്സിൽ കയറാണ്ട് ഞാറൊക്കെ പഠിച്ചെന്ന് ഓർമ്മയുണ്ട്. നമ്മൾ രണ്ടാളും നാളെ ഇപ്പോൾ
ബാത്റൂമിൽ പോയാലും ഉജാല മുക്കിയവരെ ഉണ്ടാവും. ഉജാല മുക്കിയവരെ ഉണ്ടാവും കക്കൂസ് പോയിക്കോ. ഞാറക്ക ആ തിന്നോ. അങ്ങനെ ഇന്നത്തെ വീക്കെൻഡ് കഴിഞ്ഞു. അടിപൊളി ദിവസമായിരുന്നു ഇന്നത്തതും. ഞാറക്ക പറിക്കാൻ പോയി കറക്റ്റ് ഞാറക്കയൊക്കെ പറിച്ചു വന്നു തിന്നു. ഹാർത്തിക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഞാറക്ക തിന്നത്. പക്ഷെ അവനത്ര ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റ് അല്ലല്ലോ ഇതിൻ്റെത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബായ്.